ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലൈഫ് വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ, അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങ അച്ചാർ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ മാങ്ങ, ഇത് മൂവാണ്ട മാങ്ങയാണ്, അത് 1/2 കിലോ മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ ഉപ്പിട്ട് വെക്കുക. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, ഉപ്പ്, കായപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇത്രയും സാധനം. പിന്നെ എണ്ണ വേണമല്ലോ, നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം സാമാന്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനായിട്ടൊരു കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 3 സ്പൂൺ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കായപ്പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ്, നമ്മൾ ഓൾറെഡി മാങ്ങ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഉപ്പുണ്ട്. ഈ ഒരു മിക്സ്ചറിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടു. പിന്നെ 1 സ്പൂൺ പഞ്ചസാര ഇട്ടു. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ആ പഞ്ചസാര ഇടുമ്പോഴാണ് നമുക്ക് അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കലക്കി വെക്കുക, ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക. കണ്ടോ, ഒത്തിരി വെള്ളം ആകരുത്, കാര്യം ഒത്തിരി ലൂസായി പോയാൽ നമുക്കൊന്ന് മുളക് വരണ്ട് കിട്ടാനും പാടാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്തു. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് കടുക് ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മളിനി ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇഞ്ചി എന്തോരം ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പിക്കിളിന്. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 10-12 വെളുത്തുള്ളി എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്താണ്. ഇനി നമ്മുടെ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. ഒന്ന് വെളുത്തുള്ളി വാടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം, ഒരു നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നിടം വരെ നമുക്കിത് നന്നായിട്ട് ഈ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ കണ്ടോ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളകിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരിയും നമ്മുടെ സാധാരണ നല്ല മുളക് പൊടിയും കൂടെ ചേർത്തതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടിയും ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമ്മുടെ ഈ മിക്സ്ചർ നമുക്കിനി ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ എണ്ണയിലേക്ക് നമ്മുടെ ഈ മുളക് പൊടി എല്ലാം നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ട് വഴറ്റണം. ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത്ര നല്ലത്. കാര്യം ഈ മുളക് പൊടി എത്ര നേരം ഈ എണ്ണയിൽ കടന്ന് ഇങ്ങനെ വഴണ്ട് വരുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പിക്കിളിന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം കണ്ടോ, ഇത് നന്നായിട്ട് നമ്മൾ ഈ സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നെയ്യ് ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ പാനിൽ നിന്ന് വിട്ട് വരണമെന്ന്, അതുപോലെ ഈ മുളക് നന്നായിട്ട് ഇതിൽ നിന്ന് വരുന്നതും വരെ നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒക്കെ ആകാറായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ്. കുറച്ചും കൂടെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ എത്ര നേരം ഇരിക്കുന്നു അത്ര നല്ലതാണ്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന അത്ര രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് ചെയ്യുന്ന ഉപ്പ്, നമ്മൾ ഓൾറെഡി മാങ്ങ ഉപ്പിട്ട് ചേർത്ത് വെച്ചതാണ്. അതൊരു 2 hours ഒക്കെ വെക്കുവാണെങ്കിൽ അത്ര നല്ലത്, ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ഉപ്പ് ശ്രദ്ധിക്കുക, ഉപ്പ് വേണമെന്ന് നമ്മൾ ഒന്നുകൂടെ നോക്കുക. ഇപ്പം എൻ്റെ ഒരു പാകത്തിന് ഉപ്പൊക്കെ കറക്റ്റാണ്, അതുകൊണ്ട് ഇനി ഉപ്പൊന്നും എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല അടിപൊളി നാടൻ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഞാനിങ്ങനെ മുളക് നമ്മളിങ്ങനെ കുഴച്ച് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ നല്ല കുത്തലും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.